അപ്പം നമുക്കിനി കുറച്ച് സ്പെസിഫിക് ആയിട്ട് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിൻ്റെ ആ ഒരു പാറ്റേണിലേക്ക് വരാം. അപ്പോൾ ഞാൻ പല ഇൻ്റർവ്യൂസിലും പലയിടത്തും ജയൻ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടു, അതായത് നമുക്ക് എങ്ങനെ റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ ഈ കേരള ഹിസ്റ്ററി, അതേപോലെ കേരള ആർട്ട് ആൻഡ് കൾച്ചർ, കേരള എക്കോണമി, ഈ കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് റിസോഴ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത്? എന്താണ് ജയൻ്റെ ഒരു അഭിപ്രായം? നോർമലി റാങ്ക് ഫയലുകൾ നമുക്ക് ഫോക്കസ് ചെയ്താൽ റിവിഷൻ ആക്റ്റൊക്കെ ഉപയോഗിക്കാം. കാര്യം KESൻ്റെ റാങ്ക് ഫയൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഇറക്കുന്നുണ്ട്. അപ്പോൾ അത് റിവിഷനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ചെയ്ത കാര്യം ഞാൻ പറയാം, കാരണം എങ്ങനെ ചെയ്യണമെന്നതിന് നല്ലത് ഇപ്പോൾ ഞാൻ ചെയ്ത് എന്താണെന്ന് പറയുന്നതായിരിക്കും എനിക്ക് നല്ലത് തോന്നുന്നു. അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ഡിസൈഡ് ചെയ്യാമല്ലോ അവർക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ പഠിക്കുന്നവർക്ക് ഡിസൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തത്, ഞാനപ്പോൾ ചിന്തിച്ച കാര്യം, അന്നും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, കാരണം എവിടെ നിന്ന് പഠിക്കണമെന്നൊരു ഐഡിയ ഇല്ല, പുതുതായിട്ട് വരുന്ന എക്സാമാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചത്, നോർമലി ഒരു ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ PSC എവിടെ നിന്നായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിൽ നിന്നായിരിക്കണം ഏറ്റവും പ്രോബബിലിറ്റി, അല്ലാതെ ഒരു റാങ്ക് ഫയലിൽ നിന്ന് ഒരിക്കലും അവർ ചെയ്യത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ എന്നുള്ളൊരു തോന്നലാണെന്നാണ് അത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ പഠിച്ചത്. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേരള ഇക്കോണമി പറയാം. കേരള ഇക്കണോമി നമ്മൾ UPSC സിവിൽ സർവീസ് പഠിക്കുമ്പോൾ എക്കണോമിക് റിവ്യൂ വായിക്കാറുണ്ട്. പക്ഷേ കേരളത്തിന് അങ്ങനെ ഒരു എക്കണോമിക് റിവ്യൂ ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? ഇതേ എക്കണോമിക് റിവ്യൂ ഉണ്ട്, പക്ഷേ നമ്മൾ എത്ര പേര് അത് വായിച്ചിട്ടുണ്ട്? ഇല്ല. പ്ലാനിംഗ് ബോർഡിൽ പോയി വെറുതെ പോയി കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് തരും. ഞാൻ പ്ലാനിംഗ് ബോർഡിൽ പോയിട്ട് അത് ഫ്രീ ആയിട്ട് വാങ്ങി, കാരണം അവിടെ അത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മളിതുവരെ ചെയ്തിട്ടില്ല, അവയറല്ല. അപ്പോൾ ഇതേ എക്കണോമിക് റിവ്യൂ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോവാം, അതിൻ്റെ കോപ്പി നമുക്ക് കിട്ടും. ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അത് വാങ്ങിച്ചതിന് ശേഷം അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ കിട്ടും. സോഷ്യൽ പാറ്റേൺ ആണെങ്കിലും ഇക്കണോമിക് പെർസ്പെക്റ്റീവ് ആണെങ്കിലും ഡെവലപ്മെൻ്റ് ആണെങ്കിലും എല്ലാ രീതിയിലുള്ളൊരു ഐഡിയ എക്കണോമിക് റിവ്യൂവിൽ നിന്ന് നമുക്ക് കിട്ടും. ഇതുവരെയുള്ള കാര്യങ്ങൾ, പിന്നെ സ്കീംസുകളെക്കുറിച്ച്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ സ്കീം എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഓവറോൾ ഡെവലപ്മെൻറ്റ്, മൈഗ്രേഷൻ എന്താണ്, പോപ്പുലേഷൻ എങ്ങനെയാണ്, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് നമുക്ക് കിട്ടും. അപ്പോൾ അത് വായിക്കുക, അത് വായിച്ചിട്ട് നമ്മുടെ സിലബസുമായിട്ട് കോറിലേറ്റ് ചെയ്യുക. ആ സിലബസിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ ചെയ്തത്, അതിന് വളരെ ഷോർട്ടായിട്ട് വളരെ കൺസൈസ് ആയിട്ട് നോട്ട് ഉണ്ടാക്കി വെച്ച് ഞാൻ ചെയ്തു. എക്കണോമിക് റിവ്യൂ വലുതാണ്, അപ്പോൾ അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് റിവിഷൻ ചെയ്യുമ്പോൾ അത് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ബെനിഫിറ്റ് ചെയ്തു. കാരണം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് നല്ല ഫാക്റ്റ് വെച്ചിട്ടും ഒരു സോളിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റിൽ നിന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോഴും കീ ഒക്കെ അതിൽ നിന്നൊക്കെ ആയിരിക്കും നോക്കാൻ ചാൻസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ, കാരണം അതൊരു തിങ്കിങ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അതൊന്ന്. രണ്ട്, കൾച്ചർ പഠിക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കൾച്ചർ ആണെങ്കിൽ ഒരുപാട് ആർട്ട് ഫോം ഉണ്ട്, ഡാൻസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടി വരും. അപ്പോൾ അത് എവിടെ നിന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ ആ സമയത്ത് നമുക്കൊരു ഡൗട്ട്. അപ്പോഴും റാങ്ക് ഫയലുകളാണ് നമുക്കുള്ളത്. ഓക്കെ, അത് റിവിഷൻ ചെയ്യാം. പക്ഷേ ക്വസ്റ്റ്യൻസ് മേ ബി ഇതുപോലെ ആയിരിക്കത്തില്ല ചോദിക്കാൻ ചാൻസ്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നിയത്, ഞങ്ങളന്ന് കേരള cultural.com, കേരളത്തിൻ്റെ കൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റുണ്ട്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ എല്ലാ കൾച്ചറും അതിനകത്തുണ്ട്. വളരെ കൺസൈസ് ആയിട്ട് തന്നെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് മാത്രം വായിച്ചാൽ മതി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഗദ്ദികയെക്കുറിച്ചൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ കുറേ എല്ലാത്തിനെക്കുറിച്ചും വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്. ഞാനത് വായിച്ചു പോയി, സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അതിൽ നിന്ന് എനിക്ക് കിട്ടി. അതെൻ്റെ ലെക്കായിരിക്കാം, ഇനി ചിലപ്പോൾ അത് വർക്കാവണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, അത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് റാങ്ക് ഫയലുകൾ എല്ലാം സിലബസ് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റാങ്ക് ഫയൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ മടവൂർ പാറ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആ സമയത്തൊക്കെ ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ് വെബ്സൈറ്റിനകത്തുണ്ട്. ഓക്കെ, അതൊക്കെ അവിടെ നിന്ന് കിട്ടിയതാണ്. അതെല്ലാം ഞാനത് പഠിച്ചപ്പോൾ എനിക്ക് അതൊക്കെ ബെനിഫിറ്റ് ചെയ്തു. അപ്പോൾ അതാണ് ചെയ്യുന്നത്. പിന്നെ കേരള ഹിസ്റ്ററി ശ്രീധരമൻ്റെ ടെക്സ്റ്റ് ഉണ്ട്, അത് വായിച്ചാൽ നല്ലതാണ്. എല്ലാവരും വായിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ വായിച്ചിട്ടില്ല, കുറച്ചേ വായിച്ചിട്ടുള്ളൂ. ബാക്കി കേരളത്തിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് നമുക്ക് റാങ്ക് ഫയൽ ഏതെങ്കിലും കിട്ടുമ്പോൾ അത് ഒന്ന് കൺസിസ്റ്റൻ്റ് വായിച്ച് അണ്ടർസ്റ്റാൻഡിങ് നടത്തുക എന്നുള്ളതാണ്. പിന്നെ ഇതിലും ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റുകളുണ്ട്, അതിനകത്തൊക്കെ വ്യക്തമായി ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ആർക്കൈവ്സും ഓരോ മ്യൂസിയത്തിൻ്റെ കേസും, ഇപ്പം ഫോർട്ടിൻ്റെ കേസെല്ലാം അവരുടെ ഫോർട്ടിൻ്റെ കേസ് ആ സൈറ്റിനകത്ത് തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതെന്ത് ചെയ്തു, എങ്ങനെ ചെയ്തു, ആര് വന്നു, ആര് ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി നോക്കുകയാണെങ്കിൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗവൺമെൻറ് എപ്പോഴും അല്ലെങ്കിൽ ഒരു PSC എപ്പോഴും ചെയ്യുന്നത് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റുകളിൽ നിന്നായിരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.